തമിഴ്നാട്ടിലെ കഡലൂർ ജില്ലയിൽ കഴിഞ്ഞ 150 വർഷങ്ങളായി അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരടുപ്പുണ്ട്. പാചകവാതകമോ വൈദ്യുതിയോ ഉപയോഗിച്ചല്ല ആ തീ തെളിച്ചത്. നിഷ്കളങ്കവും അതിരുകളില്ലാത്തതുമായ കാരുണ്യത്തിന്റെ ഒരു ചെറിയ കനലിൽ നിന്നാണ് അത് ജ്വലിച്ചുയർന്നത്. 1867 മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ആയിരക്കണക്കിന് വിശക്കുന്ന വയറുകളെ ഓട്ടുന്ന അന്നദാനമെന്ന പുണ്യപ്രവൃത്തിയുടെ കെടാവിളക്കാണത്. അരുൾപ്രകാശ വള്ളലാർ ചിദംബരം രാമലിംഗ സ്വാമികൾ എന്ന മഹാനുഭാവന്റെ പൈതൃകമാണിത്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യോഗിയും വിപ്ലവ കവിയും മഹാത്മാവുമായിരുന്നു അദ്ദേഹം. വെള്ളം കിട്ടാതെ വാടുന്ന ഒരു ചെടിയെ കാണുമ്പോൾ പോലും തന്റെ മനസ്സും വാടുന്നു എന്ന് വിളിച്ചു പറഞ്ഞ സ്നേഹത്തിന്റെ മൂർത്തിഭാവം. വള്ളലാറെ മനസ്സിലാക്കണമെങ്കിൽ 1800കളിലെ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ജാതിവ്യവസ്ഥകളും സങ്കീർണമായ ആചാരങ്ങളും മതപരമായ കർക്കശ നിയമങ്ങളും ജനങ്ങളെ ആഴത്തിൽ വിഭജിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അക്കാലത്ത് ആത്മീയതയെന്നത് അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ പ്രത്യേക പദവിയുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. 1823 ചിദംബരത്തിനടുത്ത് രാമലിംഗം സ്വാമികൾ ജനിച്ചു. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രകാശഗോപുരമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു പുതിയ മതം പ്രചരിപ്പിച്ചില്ല, മറിച്ച് എല്ലാ മതങ്ങളുടെയും സത്തയായ സാർവത്രിക സ്നേഹമാണ് അദ്ദേഹം ഉപദേശിച്ചത്. വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് കണ്ണാടിയെ പ്രതിഷ്ഠിച്ച, കെടാവിളക്കുകൊണ്ട് വിശപ്പിനോട് പോരാടിയ ആധുനിക കാലത്തെ ഏറ്റവും വലിയ ആത്മീയ രഹസ്യങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്ന തിരുവുധാനത്തിനുടമയായ ആ മഹാനായ വിശുദ്ധന്റെ ജീവിതമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ രാമലിംഗത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അറിവ് സഹജവും ദൈവികമായി ലഭിച്ചതുമാണെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ എല്ലാ ജീവജാലങ്ങളോടുമുള്ള തീവ്രവും വേദനാജനകവുമായ സഹാനുഭൂതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനെ അദ്ദേഹം ജീവകാരുണ്യം എന്ന് വിളിച്ചു. ഏറ്റവും ചെറിയ പ്രാണികൾ മുതൽ മനുഷ്യർ വരെ എല്ലാ ജീവജാലങ്ങളിലും ദൈവം വസിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനാൽ ഏതെങ്കിലും ജീവിയെ ഉപദ്രവിക്കുന്നത് ദൈവത്തെ ഉപദ്രവിക്കുന്നതിന് തുല്യമായിരുന്നു. ഇത് അദ്ദേഹത്തെ സസ്യാഹാരത്തിന്റെ ശക്തനായ വക്താവാക്കി മാറ്റി. ചില ആചാരങ്ങളിൽ മൃഗബലി സാധാരണയായിരുന്ന കാലത്ത് വള്ളലാർ അതിനെ ശക്തമായി എതിർത്തു. ദൈവത്തിന്റെ സൃഷ്ടികളോട് കരുണ കാണിക്കാതെ ദൈവത്തോട് കരുണ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് അദ്ദേഹം ചോദിച്ചു. വാടിയ പയറ് കണ്ടപ്പോഴൊക്കെയും എന്റെ മനം വാടി എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ വരികൾ ഇതിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. വള്ളലാറിനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യമെന്നത് കേവലം ഒരറിവല്ല, മറിച്ച് ശാരീരികമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു. അനുയായികൾ വർദ്ധിച്ചതോടെ വള്ളലാർ വടലൂർ എന്ന ചെറിയ ഗ്രാമത്തിലേക്ക് മാറി. അവിടെ അദ്ദേഹം തന്റെ തത്വചിന്ത പ്രാവർത്തികമാക്കുകയും സാമൂഹിക വേർതിരിവുകളില്ലാത്ത സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം സത്യജ്ഞാന സഭ നിർമ്മിച്ചു. പരമ്പരാഗത വിഗ്രഹാരാധനയെ അദ്ദേഹം ഇവിടെ നിരാകരിച്ചു. അതിനുള്ളിൽ ശിവന്റെയോ വിഷ്ണുവിന്റെയോ പ്രതിമകളില്ല. പകരം മനുഷ്യന്റെ അജ്ഞതയുടെ അഥവാ മായയുടെ പാളികളെ പ്രതിനിധീകരിക്കുന്ന 7 തിരശീലികൾക്ക് പിന്നിലായി ഒരു കണ്ണാടിക്ക് മുന്നിലിരിക്കുന്ന ലളിതമായ ഒരു എണ്ണവിളക്ക് മാത്രമേ ഉള്ളൂ. ദൈവം പ്രകാശമാണ്, ആ പ്രകാശം നിങ്ങളിൽ പ്രതിഫലിക്കുന്നു എന്ന വിപ്ലവകരമായ സന്ദേശമാണ് അത് നൽകുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രായോഗികമായ സംഭാവനയായിരുന്നു സത്യധർമ്മശാല. വിശക്കുന്ന വയറിനെ ആത്മീയത പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് വള്ളലാറിനറിയാം. 1867 മെയ് 23 ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനായി അദ്ദേഹം അടുക്ക് കത്തിച്ചു. ഈ തീ ഒരിക്കലും അണയാൻ പാടില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത്ഭുതകരമെന്നു പറയട്ടെ, അദ്ദേഹത്തിന്റെ അനുയായികൾ ആ വാഗ്ദാനം പാലിച്ചു. ആ തീ ഇന്നും അവിടെ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിൽക്കാലത്ത് വള്ളലാറിന്റെ പഠിപ്പിക്കലുകൾ കൂടുതൽ നിഗൂഢമായി മാറി. അരുട്പെരുഞ്ചോതിയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. മനുഷ്യ ശരീരം മരണമില്ലാത്ത പ്രകാശ ശരീരമായി മാറാനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം ദിവസങ്ങളോളം ഗാഢമായ സമാധിയിൽ ചിലവഴിക്കാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന് നിഴലില്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. 1874 ജനുവരി 30 50-ാം വയസ്സിൽ വള്ളലാർ മേട്ടുക്കുപ്പത്തിലെ തന്റെ മുറിയിൽ പ്രവേശിച്ചു. താൻ അരുട്പെരുഞ്ചോതിയുമായി ലയിക്കാൻ പോവുകയാണെന്നും പുറത്തുനിന്ന് വാതിൽ പൂട്ടണമെന്നും അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു. ആരെങ്കിലും അത് തുറന്നാൽ മുറി ശൂന്യമായിരിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മാസങ്ങൾക്ക് ശേഷം അഭ്യൂഹങ്ങൾക്കിടയിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വാതിൽ ബലം പുറയെ തുറന്നു. മുറി തികച്ചും ശൂന്യമായിരുന്നു. മൃതദേഹമോ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല.
വള്ളലാർ താൻ പ്രസംഗിച്ച ആ പ്രകാശത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. വള്ളലാർ രാമലിംഗം സ്വാമികൾ ഒരു ചരിത്രപുരുഷൻ മാത്രമല്ല, ഒരു ദീർഘദർശി കൂടിയായിരുന്നു. ജാതിയും മതസംഘർഷങ്ങളും വിശപ്പുമില്ലാത്ത ഒരു ലോകമാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. വേർതിരിവുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് ജീവകാരുണ്യം അല്ലെങ്കിൽ എല്ലാവരോടും കരുണ എന്ന അദ്ദേഹത്തിന്റെ ലളിതമായ സന്ദേശം മുൻപത്തേനേക്കാൾ ആവശ്യമാണ്. വടലൂരിലെ ആ പ്രകാശം ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു.